സ്നേഹിക്കുകയും തന്നെ നമുക്കായി നൽകുകയും ചെയ്ത കർത്താവായ ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നിങ്ങളോട് ഉണ്ടായിരിക്കട്ടെ. എല്ലായ്പ്പോഴും ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് ആവശ്യമാകുന്നു. ഒരു പുതിയ കുടുംബത്തിൽ രൂപം നൽകുന്ന ക്രൈസ്തവ യുവാക്കൾ അതിനെ പരസ്പരം സംഭവം നൽകുന്ന അവസരത്തിൽ പ്രത്യേക ദൈവാനുഗ്രഹം നമുക്ക് അവസരത്തിൽ പ്രാർത്ഥിക്കാം. സഹോദരി സഹോദരന്മാരെ, യാക്കോബിന്റെ സുവിശേഷം നമുക്ക് കേൾക്കാം. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പന പാലിക്കുന്നവയ്ക്ക് സ്നേഹത്തിൽ നിലനിൽക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങൾ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ വേണ്ടിയാകുന്നു. ദൈവം എല്ലാവർക്കും നല്ലവനാകുന്നു. കർത്താവ് കൃപാലുവും കാരുണ്യവാനും ക്ഷമാശീലനുമാകുന്നു. അവിടുന്ന് എല്ലാത്തിനും സമ്പന്നനാകുന്നു. എല്ലാവരും അങ്ങ് കൃഷിയെ പതിപ്പിച്ചിരിക്കുന്നു. അവർക്ക് ആഹാരം കൊടുക്കുകയും കർത്താവിൻ്റെ വഴി നീതിനിഷ്ഠം അവിടുത്തെ പ്രവൃത്തി കൃപ കൽപ്പിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിലൂടെ പിതാവിൻ്റെ മക്കളും ലോകത്തിന് മുഴുവൻ അവിടുത്തെ സാക്ഷികളാകുവാൻ പിതാവായ ദൈവം നമ്മെ അത്യധികം സ്നേഹിച്ചു. അതുകൊണ്ട് വിശ്വാസത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവേ, ക്രിസ്തുവിൽ സഹോദരന്മാരായ ഞങ്ങൾ പരസ്പര സ്നേഹത്തിലൂടെ അങ്ങയുടെ മക്കളെന്ന് അറിയപ്പെടുവാൻ തക്കവിധം അന്യോന്യം സ്നേഹിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവെ, ഞങ്ങളുടെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹസ്വരൂപനായ ദൈവം ഞങ്ങൾ പ്രിയപ്പെടുന്ന പ്രത്യേകതയോടെ സഭയെ തന്നെ മണവാളിയെ സ്നേഹിക്കുകയും അങ്ങയെ സമർപ്പിക്കുകയും ചെയ്തു. നിർമ്മല ഹൃദയമാക്കി വിവാഹമെന്ന കൂതാശിലൂടെ ഭാര്യാഭർത്താക്കളാകുവാൻ പോകുന്ന ഇവർ തങ്ങൾക്ക് പരസ്പരം ഉണ്ടാകുന്ന സ്നേഹത്തിന് അങ്ങയുടെ മാതൃക സ്വീകരിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കൈമാറുന്ന മോചനം സമ്മാനം സ്വീകരിക്കുന്ന പവിത്രമായ പൗരത്തിന് യഥാകാലം ആദരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവമേ, അങ്ങയുടെ പ്രാർത്ഥനയിലെത്താൻ ഞങ്ങളുടെ മക്കളായ സുനിൽ ജോസിനെയും ആഗ്നസിനെയും പരസ്പരം സഹിക്കുവാൻ പ്രചോദനം നൽകിയത് അങ്ങനെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഇവിടെ ഹൃദയങ്ങളുടെ സ്നേഹത്തിൽ നിർത്തണമേ. കർത്താവായ ക്രിസ്തുവിനെ അർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ.